സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയിൽ കേരളം എന്നാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിക്കും. മുൻപ് സഭ പാസാക്കി കേന്ദ്രത്തിന് അയച്ച പ്രമേയത്തിൽ തിരുത്ത് വേണ്ടി വന്നതിനാലാണ് പുതിയ പ്രമേയം. അതേസമയം മുതലപ്പൊഴി വിഷയം പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കും. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നു. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ച്? പുതിയ മന്ത്രി OR കേളു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ ശേഷം ഇന്നിപ്പോൾ ആദ്യമായി നിയമസഭ ചേരുകയാണ്. നിയമസഭയിൽ ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമാരുടെ ഇരിപ്പിടങ്ങളിൽ മാറ്റമുണ്ട്. നേരത്തെ കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് തൊട്ടരികിൽ രണ്ടാമത്തെ സീറ്റ്, അതായത് രണ്ടാമനായിരുന്നു കെ രാധാകൃഷ്ണൻ. എന്നാൽ പുതിയ മന്ത്രി OR കേളു മന്ത്രിമാരുടെ നിരയിൽ, അതായത് രണ്ടാമത്തെ നിരയിലാണ് OR കേളുവിൻ്റെ ഇരിപ്പിടം. മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇരിപ്പിടത്തിലാണ് OR കേളുവിന് സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. മന്ത്രി ജെ ചിഞ്ചിറാണിയുടെ സീറ്റിന് തൊട്ടരികിൽ ആ നിരയിൽ, രണ്ടാമത്തെ നിരയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ്, മന്ത്രി വാസവൻ GR അനിൽ അടക്കമുള്ള മന്ത്രിമാരുടെ നിരയുണ്ട്. ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ സീറ്റിന് തൊട്ടരികിലേക്ക് ഇരിപ്പിടം അനുവദിച്ചിരിക്കുന്നത് ധനമന്ത്രി KN ബാലഗോപാലിനാണ്. ഫലത്തിൽ KN ബാലഗോപാൽ എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. എന്തായാലും ഇന്നിപ്പോൾ ഇരിപ്പിടങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായി ഇന്നിപ്പോൾ സഭയിൽ വരുന്നത് മുതലപ്പൊഴി വിഷയമാണ്. മുതലപ്പൊഴി വിഷയത്തിൽ മുതലപ്പൊഴിയിലെ ഹാർബർ നിർമ്മാണത്തിലെ അപാകത, അവിടെ മുതലപ്പൊഴിയിൽ നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ അപഹരിക്കുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് M. വിൻസെന്റ് ആണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇന്നിപ്പോൾ നിയമസഭയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രമേയം ഈ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്നതാണ്. നേരത്തെ തന്നെ മുൻപ് ഒരു സഭാ സമ്മേളന കാലത്ത് ഇത് വരികയും കേരള നിയമസഭ അത് പാസ്സാക്കി കേന്ദ്രത്തിന് അയക്കുകയും ചെയ്തതാണ്. പക്ഷേ അന്ന് സംസ്ഥാനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത് ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിൽ മാറ്റം വരുത്തണം എന്നതായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ കേന്ദ്രം ഈ പ്രമേയം തിരിച്ചയക്കുകയാണ് ചെയ്തത്. കാരണം അതിൽ മാറ്റം വരുത്തേണ്ടത് 8ാമത്തെ ഷെഡ്യൂളിലല്ല, 1ലാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ പ്രമേയത്തിൽ തിരുത്തു വരുത്തി വീണ്ടും പ്രമേയം പാസാക്കി അയക്കണം എന്ന കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ്.